നമസ്കാരം. സ്പീഡ് ന്യൂസ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫലം പ്രഖ്യാപിച്ചു. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ 78.64% VHSCയിൽ 71.24% വിജയം. വിജയ ശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറഞ്ഞു. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ നീക്കങ്ങളുമായി മോട്ടോർ വാഹന വകുപ്പ്. സ്വന്തം വാഹനങ്ങളുമായി എത്തുന്നവരുടെ ടെസ്റ്റ് നടത്താൻ തീരുമാനം. സമരം തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ അത്താണി ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ വേറിട്ട പ്രതിഷേധം നടത്തി. ഉറക്കം നടിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ പ്രതീകാത്മകമായി ചെണ്ടകൊട്ടി ഉണർത്തി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധിച്ചു. പീച്ചി ഡാമിലെ റിസർവോയറിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശി യഹിയയാണ് മരിച്ചത്. വാൽപ്പാറയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. നെടുംകുട്ര ആദിവാസി ഊരിലെ രവിയാണ് കൊല്ലപ്പെട്ടത്. മഞ്ചേശ്വരം വാഹനാപകടത്തിൽ മരിച്ച ഇരിങ്ങാലക്കുട സ്വദേശികൾക്ക് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൂവരുടെയും സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. എരുമപ്പെട്ടി ഐശ്വര്യ ഓഡിറ്റോറിയത്തിന് സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതിക്ക് പരിക്കേറ്റു. ഇയാൾ 10 വീട്ടിൽ സുബിതയ്ക്കാണ് പരിക്കേറ്റത്. ബൈക്കിൽ വീട്ടിലെത്തിയ അവർ കവർന്ന സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് നിന്ന് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ചെറുത്തുരുത്തി പള്ളിക്കരയിൽ കഴിഞ്ഞ മാസം 30-നാണ് തോറ്റപ്പറമ്പിൽ വീട്ടിൽ ഉർവശിയുടെയും ഇവരുടെ പേരക്കുട്ടി ദിനേശന്റെ ഭാര്യ രജിതയുടെയും സ്വർണ്ണമാല ബൈക്കിലെത്തിയ സംഘം കവർന്നത്. കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ ഇന്റർ യൂണിവേഴ്സിറ്റി സെപക് താക്രോ വനിതാ ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ തുടരുന്നു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ രാജ്യത്തെ 15 സർവകലാശാലകളിൽ നിന്നുള്ള 195 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികളുടെ രക്ഷാകർതൃ സംഘടനയായ തൃശൂർ പരിവാറും ജില്ലാ നിയമസേവന അതോറിറ്റിയും സംയുക്തമായി തൃശൂർ സെന്റ് മേരീസ് കോളേജിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജ് EP സെയ്ദലവി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ തനത് കലയായ സോപാന സംഗീതത്തിന്റെ മഹോത്സവം സോപാന സംഗീത പരിക്രമം തൃശൂരിലെത്തി. പ്രമുഖ ക്ഷേത്രങ്ങളായ പാറമേക്കാവ്, തിരുവമ്പാടി എന്നിവിടങ്ങളിൽ സംഘം സംഗീതാർച്ചന നടത്തി. ബുധനാഴ്ച അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര ഞായറാഴ്ച വൈകിട്ട് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ സമാപിക്കും. വൃക്കരോഗിയുടെ ചികിത്സയ്ക്കായി ബസ്സുകളുടെ കാരുണ്യയാത്ര. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 8-ാം വാർഡിൽ താമസിക്കുന്ന നിഖിൽ എന്ന യുവാവിന്റെ വൃക്ക മാറ്റിവെക്കുന്നതിന് ആവശ്യമായ തുക കണ്ടെത്തുന്നതിനായാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന 10 ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ലോക്കൽ ബസ്സും കാരുണ്യയാത്ര നടത്തിയത്. ഊർജ കിരൺ സമ്പർക്ക് ക്യാമ്പയിൻ തെക്കങ്കരയിൽ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ കുട്ടികൾക്ക് റെസിഡൻഷ്യൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മേയർ MK വർഗീസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം മേനോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭരണിവേല മഹോത്സവം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കിഴക്കേ ചെറുമുക്കുമന ജയകൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി രാജശേഖരൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൊടകരയിൽ BPCL പാചകവാതക പ്ലാന്റിലെ കരാർ ഡ്രൈവർക്ക് CITU കയറ്റിറക്ക് തൊഴിലാളികളുടെ ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. തൃശൂർ കൊടകര ശ്രീമോൻ ഏജൻസിയിൽ ലോഡ് ഇറക്കാനെത്തിയപ്പോഴായിരുന്നു 20 രൂപ കുറഞ്ഞുവെന്നാരോപിച്ച് മർദ്ദിച്ചത്. സംസ്ഥാനത്ത് ചൂട് തുടരുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ ഉൾപ്പെടെ 12 ജില്ലകളിൽ ചൂട് തുടരുമെന്ന് മുന്നറിയിപ്പ്. ആലപ്പുഴയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുള്ളതായും മുന്നറിയിപ്പ്. കൊടുങ്ങാശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഈ മാസം 10 മുതൽ 12 വരെ മഹാചണ്ഡികാ യജ്ഞം നടക്കും. അശ്വിനി ദേവ് തന്ത്രിയാണ് യജ്ഞാചാര്യൻ. എരവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ദശാവതാരം ചന്ദനച്ചാർത്ത് സമാപിച്ചു. ക്ഷേത്ര മേൽശാന്തി നാരായണ ശർമ്മ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.